ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീന ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ. അലീനയോട് CI ഗോപാലകൃഷ്ണൻ പരാതി എഴുതിത്തരാൻ പറയുന്നുണ്ടെങ്കിലും അലീന അതിന് കഴിയില്ല എന്ന് തന്നെ പറയുകയാണ്. പരാതി എഴുതി തന്നാൽ മാത്രമേ നിന്നെ ഇവിടുന്ന് വിടുകയുള്ളൂ, ഇല്ലെങ്കിൽ ഈ കേസിലെ 5ാം പ്രതിയായിട്ട് നിന്റെ പേരും ഞാൻ എഴുതി ചേർക്കും എന്നൊക്കെ SI രമേശ് നമ്പ്യാർ അലീനയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അലീന ആ ഭീഷണിക്ക് ഒട്ടും തന്നെ വഴങ്ങുന്നില്ല. അലീന പരാതി എഴുതി കൊടുക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ അയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് അലീനയോട് സംസാരിക്കുന്നത്. എനിക്കില്ലാത്ത പരാതി ഞാൻ എഴുതി തരില്ല എന്ന അലീനയുടെ ഉറച്ച മറുപടിയിൽ അയാൾക്കും CI ഗോപാലകൃഷ്ണനൊക്കെ കലി തുള്ളി നിൽക്കുകയാണ്. എന്നിട്ട് CI രമേശ് നമ്പ്യാരോട് പറയുന്നുണ്ട്, എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി അവളുടെ പരാതി നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ചിട്ട് വീട്ടിൽ വിട്ടാൽ മതി എന്നൊക്കെ തന്നെ CI ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. വനിതാ കോൺസ്റ്റബിൾ അലീനയെ ലോക്കപ്പിന് മുമ്പിൽ കൊണ്ടിരുത്തിയാണ് കേട്ടോ. രോഹിതനെ കാണുമ്പോൾ അലീന ആകെ തകർന്നു പോവുകയാണ്. എന്നാൽ ഹരിയെ കാണുമ്പോൾ നേരെ തിരിച്ച് അവനെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് അലീനയ്ക്ക്. നീ ഇനി ഇവരെ രക്ഷിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ബലാത്സംഗ വീരന്മാരെ കോടതിയിൽ ഹാജരാക്കി സെൻട്രൽ ജയിലിൽ കയറ്റിയിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ തന്നെ അവർ തീർത്ത് പറയുന്നുണ്ട്. അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നിങ്ങനെ അലീന പറയുക കേട്ടോ. അപ്പം നിന്നോട് ചെയ്താൽ തെറ്റല്ലേ എന്നിങ്ങനെ CI ചോദിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അലീന അപ്പോഴും ഒന്നും വിട്ട് തന്നെ പറയാൻ കൂട്ടാക്കുന്നില്ല. അലീനയുടെ സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അലീന. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛൻ ഇതറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അച്ഛൻ ഇതറിഞ്ഞാൽ കൂടുതൽ വിഷമിക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ ഭവിതയും കൃഷ്ണമോളും തന്നെ ഉള്ളൂ. ഇവിടെ പോലീസുകാർ പിടിച്ചു പിടിയാലെ തന്നെ നിൽക്കുകയാണല്ലോ, ഒരു വഴിയും കാണുന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീന. എന്നാൽ ലോക്കപ്പിന് മുമ്പിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അലീന കരയുന്നൊക്കെ കാണുമ്പോൾ രോഹത്തിനൊരു സഹതാപമൊക്കെ തോന്നുകയാണ്. കാരണം പോലീസിനോട് ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണല്ലോ അലീന പറഞ്ഞത്. ഇത്രയും ക്രൂരമായി ദ്രോഹിച്ചിട്ടും അവളോട് മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളെ രക്ഷിക്കാനല്ലേ അവൾ ഇപ്പോഴും നോക്കിയത് എന്നോർത്തിട്ടാണ് അലീനയോടൊരു സഹതാപമൊക്കെ തോന്നുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വീട്ടിൽ നമ്മുടെ കൃഷ്ണമോൾ ആകെ ടെൻഷൻ അടിച്ച് ആരും ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഇല്ലാതെ അങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബബിതയാണെങ്കിൽ വീട്ടിൽ കാമുകനായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ വീട്ടിൽ നടന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതിലൊന്നും ഒരു വിഷമവും ഇല്ലാതാണ് ബബിത കാമുകനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന് ഹോസ്പിറ്റലിലാണ്, അമ്മ ഹോസ്പിറ്റലിലാണ്, ചേട്ടനും ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ. ആരെക്കുറിച്ചും ഒന്നും ഒരു വിവരങ്ങളോ അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവൾക്ക് അവളുടെ കാര്യം അത് മാത്രമാണ് അവളുടെ മൈൻഡിലും അവളുടെ പ്രവൃത്തിയിലും എല്ലാം അവൾ കാണിക്കുന്നത്. ബബിതയുടെ മനസ്സിൽ ഒരു ഭയങ്കര സ്വാർത്ഥതയാണ്. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും കാമുകനുമായി പുറത്തു പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ അവൾക്കുള്ളൂ. അങ്ങനെ ബബിത കാമുകനായിട്ട് സംസാരിക്കുന്ന കേട്ടോണ്ടാണ് കൃഷ്ണമോൾ അകത്തോട്ട് വരുന്നത് കേട്ടോ. കൃഷ്ണമോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തായി കാണിക്കുന്നത്? വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണോ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ചേച്ചിക്ക് അതിലൊന്നും ഒരു ഉളിപ്പും തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ട് നമ്മുടെ ബബിതയോട് വിമർശിക്കുകയാണ് കൃഷ്ണമോള്. കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബബിതയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ബബിത അതൊന്നും തന്നെ വകവയ്ക്കാതെ തിരിച്ച് കൃഷ്ണമോളോട് ചൂടായി സംസാരിക്കുകയാണ് കേട്ടോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലായതിനെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ രോഹിയേട്ടനും അലീനയും അവരെന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നുള്ളത് നിനക്കും അറിയാമല്ലോ. ഇവിടെ എന്ത് ചെയ്യാനാ? നമ്മൾ രണ്ടുപേരോട് കൂടി എന്നെ ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുകയാണ്. അലീന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ വരട്ടെ എന്നിങ്ങനെ അമല ചോദിക്കുന്ന കേട്ടോണ്ടാണല്ലോ കൃഷ്ണമോള് വരുന്നത്. ചേച്ചിയെ സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ. എങ്ങനെ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നു ചേച്ചിക്ക്? ചേച്ചിയുടെ സൂക്കേട് എന്താന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് വേറെയാ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് ദേഷ്യപ്പെട്ട് തന്നെ ബബിതയോട് പറയുമ്പോഴേക്കും എങ്കിൽ പറയടി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണയുടെ നേരെ കൃഷ്ണയെ തല്ലാനായിട്ട് വരികയാണ്. എങ്കിൽ അതൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് നിൽക്കുക കേട്ടോ. അപ്പോൾ ബബിത അടിക്കുന്നൊന്നുമില്ല, എന്നിട്ട് ഡോറ് വലിച്ചടച്ചിട്ട് പോവുകയാണ് കേട്ടോ ബബിത. കൃഷ്ണമോൾക്കാണെങ്കിലും ബബിത കാണിച്ചത് ഭയങ്കര സങ്കടമായി. കൃഷ്ണമോൾ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. ആരുമില്ല സഹായത്തിന്, എന്ത് ചെയ്യുമെന്നറിയില്ല. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ. ആകെ ഉണ്ടായിരുന്ന ഒരു ധൈര്യമായിരുന്നു അലീന ചേച്ചിയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ആർക്കും പുറത്തിറങ്ങി ഒന്നും ചെയ്യാനോ അന്വേഷിക്കാനോ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെയുള്ളൊരു സാഹചര്യമായിട്ട് പോലും ഈ ബബിതേച്ചി എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമോൾ പൊട്ടി കരയുകയാണ്. എന്നിട്ട് കൃഷ്ണമോൾ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയായിരുന്നു എന്നൊക്കെ. ഇല്ല മോളെ, പോയില്ല, പോകാൻ പറ്റിയില്ല. ഇവിടെ വീടിന് മുമ്പിലും കുറേ പേര് വന്ന് തമ്പടിച്ചിരിക്കുക. പിന്നെ നിനക്കറിയാവല്ലോ അമ്മയുടെ സ്വഭാവം. ഹരിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടും ഞാൻ പുറകെ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും പോയില്ലായിരുന്നു. അലീനയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയതാ. അന്നേരം എന്നെ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും സമ്മതിച്ചില്ല. ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ദേഷ്യം കാരണമാണ് ഞാൻ പിന്നെ പോകാതിരുന്നതും. പിന്നെ ഞാൻ ഗോവർദ്ധനങ്ങളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അവിടെ വരെ ഒന്ന് പോയി അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്കിള് പോയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. പോലീസുകാർ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ലെന്നാ പറയുന്നത് കേട്ടെ. അലീനയെ കാണാനും പറ്റിയില്ല എന്ന് അങ്കിള് പറഞ്ഞു എന്ന് പറയുക കേട്ടോ.
എന്നിട്ട് അങ്കിൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, മനുവേട്ടാ എനിക്ക് ആകെ പേടിയാകുന്നു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോലീസുകാർ അലീന ചേച്ചിയെ ഉപദ്രവിക്കുമോ മനുവേട്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കൃഷ്ണമോൾ അങ്ങ് കരയാണ് കേട്ടോ. മനു കൃഷ്ണയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ ഞാൻ പോകാൻ ഇറങ്ങിയതാണ്, പക്ഷെ ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ എല്ലാ റിസ്ക്കും എടുത്ത് നമ്മൾ അവിടെ ചെന്നാലും അലീനയെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുകയില്ല. പോലീസ് സ്റ്റേഷന് മുമ്പിൽ മുഴുവൻ ജനക്കൂട്ടങ്ങളാ, പോരാത്തന്നെ മാധ്യമപ്രവർത്തകരും ഉണ്ട്. നമുക്കൊന്നും അങ്ങോട്ടേക്ക് ചെല്ലാൻ പോലും പറ്റത്തില്ല. ഞാൻ പ്രതിയുടെ ചേട്ടനായി പോയില്ലേ, ആ കണ്ണിലല്ലേ അവരെ എന്നെ കാണുള്ളൂ. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനായി പോയി മോളെ. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല മോളെ. മോളെന്തായാലും സമാധാനമായിട്ടിരിക്കുക, വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് തന്നെ ഇരുന്നോ. എന്തായാലും ഇന്ന് രാത്രി തന്നെ അലീനെ നമുക്ക് പുറത്തിറക്കിയല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പോലീസിൽ തന്നെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലുമൊക്കെ പരിചയത്തിലുണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ടെങ്കിലും ഒന്ന് ശ്രമിക്കായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും നമ്മളിപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെങ്കിലും ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ അവരോടെങ്കിലും കാര്യങ്ങളെങ്കിലും ഒന്ന് പറയാമായിരുന്നു. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെന്നൊക്കെ നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അലിന ചേച്ചി ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമോ മനുവേട്ടാ എന്നിങ്ങനെ ചോദിക്കാട്ടോ. അറിയില്ല മോളെ, ഗോവർദ്ധനെങ്കിൽ വിളിക്കട്ടെ, എങ്കിലല്ലേ എന്തെങ്കിലും വഴിയുണ്ടോന്നൊക്കെ ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അങ്കിളിനെ വിളിച്ചിട്ട് നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയാട്ടോ. അപ്പോഴാണ് കൃഷ്ണമോള് രേവതിക്കുട്ടി വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെ മനുവിനോട് പറയുന്നതും. പാലായിലെ ഡിവൈഎസ്പി മധുസൂദനൻ നായരുണ്ടല്ലോ, ഗ്രേസമ്മ ആന്റിയുടെ ഒക്കെ എന്തോ ഒരു കസിനാണെന്നാണ് പറഞ്ഞത്. രേവതിക്കുട്ടി എന്നെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞ്. അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരും ആകെ വിഷമത്തിലാ മനുവേട്ടാ. അലിന ചേച്ചിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ട് കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവരും അങ്ങോട്ടേക്ക് പോയേക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും അല്ലേ മനുവേട്ടാ എന്നിങ്ങനെ ചോദിക്കാട്ടോ. മനു പറയുന്നുണ്ട്, പിന്നെ കാണാതെ എന്തെങ്കിലും ഒരു വഴി ഉറപ്പായിട്ടും തെളിയും മോളെ. മോള് സമാധാനമായിട്ടിരിക്കുക, അലീനയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ മനു പറയുന്നുണ്ട്. എനിക്കും അത് കേട്ടാ മതി മനുവേട്ടാ. അല്ലെങ്കിൽ തന്നെ അലിന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ? പാവം, അവർ ജയിലിൽ പോയാലും കുഴപ്പമില്ലായിരുന്നു. കാരണം അവർ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണ്ടേ? ഇത്രയും സമയം ആ സ്റ്റേഷനിൽ അലിന ചേച്ചി എന്തിനാ അവർ ഇരുത്തിയേക്കുന്നത്? ഒരു കുഴപ്പമില്ലാതെ അലിന ചേച്ചി ഇങ്ങി വന്നാൽ മതി, അപ്പോഴേ എനിക്കൊരു സമാധാനം ആകുള്ളൂ. അലിന ചേച്ചി ആയിരുന്നു എൻ്റെ ധൈര്യം. ഇപ്പം ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മനുവേട്ടാ? ആകെ ഞാൻ വിഷമിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ നമ്മുടെ കൃഷ്ണമോള്. മനുവേട്ടൻ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരണേന്ന് തന്നെ പറയുന്നുണ്ട് കൃഷ്ണമോള്. നോക്കട്ടെ മോളെ, ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് ഇരുന്നോട്ട് മാത്രം കാര്യമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും വഴി ഉണ്ടോയെന്ന് ഒന്ന് ഇറങ്ങി തന്നെ അന്വേഷിക്കണം എന്നൊക്കെ മനു പറയുന്നുണ്ട്. ബബിത എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം കേട്ടോ മനു അതിൻ്റെ ഇടയ്ക്ക്. ബബിതേച്ചി റൂമിലുണ്ട്. ബബിതേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഈ വീട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും തന്നെ ചേച്ചിയെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഏതു നേരവും ഫോണിലാണെന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ, ചേച്ചിയും ചേട്ടനും പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് പോലും ഇത്ര നേരമായിട്ട് അവരുടെ ആരുടെയും വിവരം ചോദിച്ചിട്ടില്ല. ഒന്നും അറിയാനും പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. ഏത് സമയത്തും ഫോണിൽ കാമുകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെ തോന്നാനാ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട്. എന്നാൽ ശരി മനുവേട്ട, എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം കൃഷ്ണമോള് നേരെ രേവതിക്കുട്ടിയെ തന്നെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഇവിടുത്തെ ജോബിച്ചായൻ്റെ അമ്മായച്ചനാ പാല ഡിവൈഎസ്പി. കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭയങ്കര പ്രമാദമായ കേസായി പോയില്ലേ ഇത്? വലിയ പ്രതീക്ഷ ഒന്നും വേണ്ടെന്നാ അദ്ദേഹവും പറഞ്ഞത് എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുക കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലിന ചേച്ചി പോലീസുകാർ വിടുകയല്ലേ എന്നിങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്. അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രതികളെ 4 പേരും പോലീസ് കസ്റ്റഡിയിലെടുത്തല്ലോ. ഭയങ്കര പ്രമാദമായ കേസ് ആയതുകൊണ്ട് തന്നെ ആർക്കും ഇതിലോട്ട് ഇടപെടാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ. അതാണ് പ്രശ്നം. പീഡന കേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും തലയിടാൻ മടിക്കുക. എന്തെങ്കിലും വിവരങ്ങൾ പുറത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് തന്നെ അതൊരു നാണക്കേടല്ലേ. അതുകൊണ്ടാണ് ഇവരെല്ലാം പിന്മാറാൻ നോക്കുന്നത്. എന്തായാലും കാര്യമായിട്ട് തന്നെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ മാക്സിമം നോക്കാന്നാ പറഞ്ഞേക്കുന്നത്. മിക്കവാറും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമായിരിക്കും. അങ്ങനെ നമുക്ക് സമാധാനിക്കാന്നൊക്കെ തന്നെ രേവതി പറയുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണേ, എനിക്കൊരു സമാധാനം ഇല്ലാതിരിക്കുക. നേരെ ഇത്രയും ആയില്ലേ, അലിന ചേച്ചി അവർ ഉപദ്രവിക്കുമെന്നാ എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുമ്പോഴേക്കും, ഏയ് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നേ. എന്തായാലും നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരു വഴി ഇതായിരുന്നു. അലിന ചേച്ചിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അലിന ചേച്ചി ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തും എന്നൊക്കെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി കൃഷ്ണമോളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നേരം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. വീട്ടിൽ ബബിതയും കൃഷ്ണമോളും തന്നെയല്ലേ ഉള്ളൂ. അത് ഓർത്തിട്ടാണ് അലീനയ്ക്ക് ആകെ പേടി. പിന്നെ വനിതാ കോൺസ്റ്റബിളിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അലീന. ഒരു കാര്യമില്ലാതെ എത്ര നേരമാണ് നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ 2 അനിയത്തിമാർ വീട്ടിൽ തന്നെയുള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ഇങ്ങനെ അലീന പറയുക കേട്ടോ. അപ്പോഴേക്കും ആ ലേഡീസ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, പരാതി എഴുതി തരാതെ നിന്നെ ഇവിടുന്ന് വിടണ്ടെന്നാണ് CI സാർ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറയാതെ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല.
ആദ്യം അദ്ദേഹം പറഞ്ഞ നീ അനുസരിക്കുക, എന്നിട്ട് നിന്നെ വീട്ടിൽ വിടാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്നത്? ഞാൻ ഈ കേസിലെ പ്രതിയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ശത്രുത കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നീ വലിയ പുണ്യാളത്തിയൊന്നും ആകാൻ നോക്കണ്ട, നിന്റെ നഗ്നചിത്രം വരെ അവന്മാരുടെ മൊബൈലിലുണ്ടായിരുന്നത്, അത് എങ്ങനെയാടി അവന്മാരുടെ ഫോണിൽ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല എന്നിങ്ങനെ തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട്. നിന്റെ മാത്രമല്ല, ആ ബാലചന്ദ്രന്റെ മകളുണ്ടല്ലോ, ആ കോളേജിൽ പഠിക്കുന്ന ആ പെങ്കൊച്ച്, ആ പെങ്കൊച്ചിൻ്റെയും ഉണ്ട്. അത് പിന്നെ അങ്ങനത്തെ ചിത്രങ്ങളൊന്നും അല്ല, വേറെ ഒരുത്തൻ്റെ കൂടെ ഉള്ളതാ. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? കൊച്ചു പെണ്ണാണെങ്കിലും അവർക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. SIയും CIയും ഒക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് സമ്പത്ത് മുതലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം മക്കളൊക്കെ ഇങ്ങനെ വഴിവഴിച്ചാണല്ലോ നടക്കുന്നതെന്നൊക്കെ ഒരു പരിഹാസത്തോടെ തന്നെ ആ ലേഡീസ് കോൺസ്റ്റബിൾ പറയുകയാണ് കേട്ടോ. അല്ലടി, ആ വീട്ടിലുള്ള എല്ലാം ഇങ്ങനെ തന്നെയാണോടി എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീനയോട്. അലീനയ്ക്ക് ആകെ ഉത്തരം മുട്ടി ഒന്നും മിണ്ടാതെ തല കുനിച്ച് നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ അലീന. ബബിതയുടെ കാര്യം കൂടി കേട്ടപ്പോഴേക്കും അലീന ശരിക്കും പകച്ചു പോവുകയാണ്. അന്ന് ആരും ഇല്ലാത്തപ്പോൾ അവള് അമലിനെ വിളിച്ച് വീട്ടിൽ വരുത്തി. അത് അന്നത്തെ മാത്രം സംഭവം അല്ലാന്നും ഇതിനു മുമ്പും പല പ്രാവശ്യം അവൻ്റെ കൂടെ അവള് പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അലീന മനസ്സിലാക്കുകയാണ്. അന്ന് ഇവിടുന്ന് പിണങ്ങിയിറങ്ങി കൊല്ലപ്പള്ളിയിലേക്ക് പോയ സമയത്ത് ഹരി മിക്കവാറും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഹരി ബബിതയുടെ പിന്നാലെ ഫോളോ ചെയ്ത് അവർ പോയിടത്തു നിന്നൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അലീന. ഈ ബബിത ഇത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ അലീനയും. കംപ്ലൈൻറ്റ് എഴുതി തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല എന്നൊക്കെ തന്നെ ലേഡീസ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറയുകയാണ് കേട്ടോ. പക്ഷെ അലീന അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. അലീന എന്തായാലും ഞാൻ കംപ്ലൈൻറ്റ് എഴുതി തരില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഏത് രീതിക്ക് വേണമെങ്കിലും മുന്നോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വാശിയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ അലീന. എന്നാൽ രേവതിക്കുട്ടി ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷം മനു കമലയുമായിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മനു മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാന്നൊക്കെ. അപ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം, അതുപോലെ എനിക്ക് കടപ്പാട്ടൂർ വരെ ഒന്ന് പോകണമെന്നും പറയാം കേട്ടോ. എന്തിനാ ഇപ്പം നീ പോകുന്നത്? ആ അലീനയെ സംരക്ഷിക്കാനാണോ, അവളെ തിരിച്ച് വീട്ടിലെത്തിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ കമല ഒരു പരിഹാസത്തോടെ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിലും മനു പറയുന്നുണ്ട് ഇല്ല, ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകുന്നത്, ഞാൻ കടപ്പാട്ടൂർ വീട്ടിലേക്കാണ് പോകുന്നത്, കൃഷ്ണമോളെ വിളിച്ചിട്ടാണ് പോകുന്നതെന്നും പറയുക. അങ്ങനെ ഒരു കള്ളം കമലയോട് പറഞ്ഞിട്ട് തന്നെ മനു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ മനു നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. അവിടെ ചെന്ന് കോൺസ്റ്റബിളുമായിട്ട് ഒന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അലീനയെ കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. മനു തിരിച്ച് കാറിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്, കാരണം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. ചുറ്റിനും മാധ്യമ പ്രവർത്തകരും ജനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഹരിയുടെ ചേട്ടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നുള്ളതൊക്കെ മനുവിന് അറിയാം. അതുകൊണ്ട് തന്നെ മനു സേഫായിട്ട് കാറിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അലീനയെ ഇവിടുന്ന് വിട്ട് കിട്ടാതെ എങ്ങോട്ടേക്കും ഇല്ലെന്നുള്ളൊരു മട്ടിലാണ് മനുവും കാറിലിരിക്കുന്നത്. അങ്ങനെ മനു കാറിലിരുന്നുകൊണ്ട് തന്നെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്, സ്റ്റേഷനിലേക്ക് വരാനൊക്കെ ആയിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗോവർദ്ധൻ സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം മനുവിനോട് സംസാരിച്ചിട്ട് പരിചയമുള്ള ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ സെല്ലിനകത്ത് കിടക്കുന്ന പ്രതികൾക്കൊക്കെ ഫുഡ് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് പോയതായിരുന്നു കേട്ടോ. ഫുഡ് മേടിച്ചുകൊണ്ട് തിരിച്ചു വന്ന വഴിക്കാണ് നമ്മുടെ ഗോവർദ്ധൻ ആ കോൺസ്റ്റബിളിനെ വിളിച്ച് സംസാരിക്കുന്നത്. അയാളോട് അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അയാളും ഇവരോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. കാരണം ആ കൊച്ചിനെ ഇതുപോലെ നേരത്തെ പീഡിപ്പിക്കാൻ നോക്കിയതല്ലേ അവന്മാര്, അതുകൊണ്ട് അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ CI സാർ പറഞ്ഞായിരുന്നു. പക്ഷെ ആ കൊച്ചു അതിനെ സമ്മതിച്ചില്ല, അതുകൊണ്ട് ആ കൊച്ചിനെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നതൊക്കെ തന്നെ അയാൾ പറയാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആ കൊച്ചിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, വീട്ടുജോലി ചെയ്യാൻ വന്ന കൊച്ചല്ലേ, അപ്പോൾ ആ ചെറുക്കന്മാരെ അതിനെ പീഡിപ്പിക്കാൻ നോക്കിയതിന് ഒരു കംപ്ലൈൻറ്റ് എഴുതി വെച്ചിട്ട് അതിന് ഇവിടുന്ന് പൊയ്ക്കൂടെ വീട്ടിലേക്ക്, ഒരു കംപ്ലൈൻറ്റ് എഴുതി വെച്ചിട്ട് അതിന് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. രാത്രി മുഴുവൻ സ്റ്റേഷനിലിരിക്കാൻ പോവാണോ ആ കൊച്ച്? അല്ല, ആ കൊച്ച് എന്തിനാ അവന്മാരെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ഇവിടെയുള്ള ആർക്കും മനസ്സിലാകുന്നില്ല. കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാതെ SIയും CIയും ഒക്കെ അവളെ വീട്ടിലേക്ക് വിടുമെന്നും തോന്നുന്നില്ല. രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റുമോ? ആരെയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഈ കൊച്ചി ഇത് എന്ത് ഭാവിച്ചാ? എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലൊക്കെയാണല്ലോ ചെയ്യുന്നത്, നമ്മൾ വെറുതെ വായിട്ട് അലച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ കയറി പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് മനു ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്ന് തന്നെ അയാളും പറയുകയാണ്. കാരണം അയാളും ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങളും ചെയ്തു. അഡ്വക്കേറ്റിനെ പോയി കണ്ടു, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതിനിടയിൽ പോലീസ് സ്റ്റേഷനിലും വന്ന് അന്വേഷിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കും ആകാത്തത് കൊണ്ട് തന്നെ മനുവും വല്ലാത്ത വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മനു പിന്നെ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ കുറവിലങ്ങാട് പോയ കാര്യമൊക്കെ കൃഷ്ണമോൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, അവിടെ എന്തായി, പോയ കാര്യം എന്തെങ്കിലും നടക്കുമോ, DYSPയുമായിട്ട് സംസാരിച്ചോ എന്നൊക്കെ നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഇത് വലിയ പ്രമാദമായ കേസായി പോയതുകൊണ്ട് തന്നെ ആരും ഇതിലോട്ട് ഒന്ന് ഇടപെടാൻ പോലും നോക്കുന്നില്ല. എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകാനാണ് നോക്കുന്നത്. എന്തായാലും DYSPയുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്,
അയാൾ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ മനുവേട്ട. അവരുടെ കാര്യത്തിൽ എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾ തീർത്ത് പറഞ്ഞു. അല്ല ചേച്ചിയുടെ കാര്യം പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാന്ന് അയാൾ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, അവരതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. ആ CI സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലിടപെട്ടു എന്നറിഞ്ഞാൽ അവർക്കും നാണക്കേടല്ലേ. നാളെ മാധ്യമപ്രവർത്തകരൊക്കെ അറിഞ്ഞ അധികാരം ഉപയോഗിച്ച് പ്രതികളെ രക്ഷിക്കാൻ നോക്കി എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റിലെങ്ങാണ് ഇത് അറിഞ്ഞാൽ വലിയ പ്രശ്നമാവുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെന്നൊക്കെ പറയുകയാണ് കേട്ടോ രേവതിക്കുട്ടി. മനു ചോദിക്കുന്നുണ്ട്, അപ്പൊ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണോ നീ പറയുന്നത്? അലീനെ പുറത്തിറക്കാൻ കഴിയില്ലേ നമുക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിപ്പോ എങ്ങനെ പറയാനാ മനുവേട്ട, ഇതുപോലൊരു കേസായി പോയതുകൊണ്ടാ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമ്മൾ നോക്കുന്നില്ലേ. എന്തായാലും CI സാറിനെ വിളിച്ച് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്നൊക്കെ തന്നെ പറയാട്ടോ. ശരിയെന്നാ, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം CI പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അലീനെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നതും. ഞങ്ങളോട് സഹകരിക്കാത്ത നിനക്ക് ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. നിനക്ക് ഇന്ന് ഇവിടുന്ന് വീട്ടിൽ പോകണമെങ്കിൽ നീ ആ കംപ്ലൈൻറ്റ് എഴുതി തരാതെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. എന്നിട്ട് അയാളുടെ ക്വാർട്ടേഴ്സിലൊക്കെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുന്നത്. അയാൾ അങ്ങനെ തിരിച്ചു വരുന്ന സമയത്തും അലീന അവിടെ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി, ഇവള് കംപ്ലൈൻറ്റ് എഴുതി തന്നോ, എന്തെങ്കിലും കാര്യം നടക്കുമോ, എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല സാറേ, അവൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, കംപ്ലൈൻറ്റ് എഴുതി തരത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഇരിക്കുന്നത്. ഇതിന്റെ പേരിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് ചെയ്താലും നേരിടാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. രണ്ടെണ്ണം പൊട്ടിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആ ലേഡീസ് കോൺസ്റ്റബിൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് പിന്നെയും ദേഷ്യം വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അലീനെ നോക്കി ദേഹിപ്പിച്ചിട്ടാണ് അയാൾ മുകളിലേക്ക് കയറി പോകുന്നത്. അയാൾ മുകളിലേക്ക് ചെന്നതിന് ശേഷം ബെല്ലടിച്ച് കോൺസ്റ്റബിളിനോട് അലീനയോട് മുകളിലോട്ട് കയറി വരാനായിട്ട് പറയുകയാണ്. അലീന മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇന്ന് ഇവിടെ തന്നെ കൂടാനാണോ ഉദ്ദേശിച്ചേക്കുന്നത്? വീട്ടിൽ പോകണമെന്നൊന്നും ഇല്ലല്ലേ നിനക്ക്? അതോ ഇവിടെ തന്നെ കൂടാൻ നീ തീരുമാനിച്ചോ? അലീന ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് അയാളെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കംപ്ലൈന്റ് ചെയ്ത് തന്നിട്ട് നീ പൊയ്ക്കോ, പിന്നെ അവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കള്ളപ്പരാതി ഒന്നും അല്ലല്ലോ നിന്നോട് എഴുതാൻ പറയുന്നത്, ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെ അല്ലേടി. പിന്നെ എന്താടി നിനക്ക് എഴുതിയാല്? വെറുതെ ഞങ്ങളുടെ സമയം കളയാൻ കുറെ നേരമായി അവൾ ഇരിക്കുന്നു. മര്യാദയ്ക്ക് കംപ്ലൈന്റ് ചെയ്ത് തന്നിട്ട് ഇറങ്ങി പോകാൻ നോക്കടി എന്നും പറഞ്ഞ അലറിയാണ് അയാൾ അലീനയുടെ നേർക്ക്. എഴുതി തന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ എഴുതിക്കണം എന്നൊക്കെ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, വെറുതെ കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് എത്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ എൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോകും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കംപ്ലൈൻറ്റ് ചെയ്ത് തന്നിട്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല സാർ, എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല, ഞാൻ ആ പരാതി എഴുതി തരില്ല. ഞാനതൊക്കെ അന്നേ അവരോട് ക്ഷമിച്ച കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു പരാതി എഴുതി തരാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും തന്നെ അലീനയുടെ കരണത്തിട്ട് ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. ഓർക്കാപ്പുറത്തുള്ള അടി ആയതുകൊണ്ട് തന്നെ അലീനയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു. അയാളുടെ ദേഷ്യം മുഴുവൻ അയാൾ ആ അടിയിൽ തീർക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ടും അയാൾ വെറുതെ ഇരുന്നില്ല. അലീനയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് അവളോട് മോശമായിട്ട് അപ്രോച്ച് ചെയ്യാൻ നോക്കിയാണ്. അയാളാകെ ദേഷ്യപ്പെട്ട് സമനില തെറ്റിയവനെ പോലെയാണ് കേട്ടോ അലീനയോട് പെരുമാറുന്നത്. അയാൾ പറയുന്നുണ്ട്, നീ എന്താടി ഓർത്തത്? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ ഇരിക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്ന് നീ വിചാരിക്കരുത്. എന്ത് ചെയ്യണോ എന്ത് ചെയ്യണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിന്നോട് മര്യാദയുടെ ഭാഷയിലാണ് ഇത്ര നേരം ഞാൻ സംസാരിച്ചത്. പോലീസ് മുറിയിൽ തന്നെ നിന്നെ കൊണ്ട് പരാതി എഴുതിക്കാൻ എനിക്കറിയാം. സെല്ലിനകത്ത് കിടക്കുന്നവന്മാരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അവസാനമായിട്ട് നിനക്ക് ഒരു ചാൻസും കൂടെ തരാം. മര്യാദയ്ക്ക് കംപ്ലൈൻറ്റ് എഴുതി ഒപ്പിട്ട് തരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇനി പോലീസ് മുറിയിലായിരിക്കും നിന്നെ കൊണ്ട് എഴുതിക്കുന്നതെന്നൊക്കെ തന്നെ പറയാം കേട്ടോ. അവസാനം അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അയാൾ അലീനയുടെ മുടിക്കുത്തിൽ നിന്ന് പിടിവിട്ടിട്ട് ഫോണിനെടുത്ത് നോക്കുമ്പോഴേക്കും DYSP ആണ് വിളിക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? ഇയാൾ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? ഇയാൾ ഈ രാത്രി സമയത്ത് എന്തറിയാൻ വേണ്ടി വിളിക്കുന്നതാ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം തന്നെ കോൾ കട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. അയാൾ മനഃപൂർവ്വം DYSPയുടെ കോൾ എടുക്കാതിരുന്നതാണ്. CI ഗോപാലകൃഷ്ണനെ ആ DYSP മധുസൂദനം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തോട്ട് തന്നെ അയാൾക്ക് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നിയാണ് കേട്ടോ. അയാൾ പിന്നെ വേറെ ഒന്നും തന്നെ നോക്കാൻ നിന്നില്ല, ആരെയും വിളിക്കാനും നിന്നില്ല. അയാൾ അയാളുടെ ഡ്രൈവറെയും കൂട്ടി പോലീസ് വേഷത്തിൽ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഈ സമയത്ത് അലീനയെ ഒന്ന് നന്നായിട്ട് ചോദ്യം ചെയ്യാനും അവളെ ഒന്ന് പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവൾ ഒരു നിലയ്ക്കും അടുക്കുകയില്ല എന്നിങ്ങനെ മനസ്സിലായപ്പോഴേക്കും തന്നെ എന്ന് മനസ്സിലാകുമ്പോഴേക്കും CI ആ ലേഡി പോലീസിനോട് പറയുന്നുണ്ട്, നീ താഴോട്ട് പൊയ്ക്കോളാൻ, ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ലേഡി പോലീസ് പറയുന്നുണ്ട്, സാറേ അത് വേണോ, അത് കൂടുതൽ പ്രശ്നമല്ലേ ആവുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും നിന്നോട് പറഞ്ഞാൽ നീ അനുസരിച്ചാൽ മതി, ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം, ഇത് എൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ മതി എന്നൊക്കെ തന്നെ അയാൾ ഭയങ്കര ഭീഷണിയുടെ സ്വരത്തിൽ ആ ലേഡി പോലീസിനോട് പറയുക കേട്ടോ.
അതും കേട്ടോണ്ട് തന്നെ താഴോട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സി ഐ അലീനയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ ലാത്തിയും കൊണ്ട് തന്നെ അതുപോലെ അവളുടെ മുഖത്തുമൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെ നോക്കുകയും സംസാരിക്കുകയും ആ ലാത്തിയും കൊണ്ടൊക്കെ ഇങ്ങനെ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ലൈംഗിക ചൊവ്വയോടെയാണ് അയാൾ അലീനയോട് സംസാരിക്കുന്നത് തന്നെ. അലീനയ്ക്ക് അയാളോട് അറപ്പും വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നിയാണ് കേട്ടോ. അധികാരത്തിലിരിക്കുന്ന ഒരു മുതിർന്ന പോലീസുകാരൻ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നതിനെ അവൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊന്നും തന്നെ ആ സി ഐക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ രണ്ടും കൽപ്പിച്ച് തന്നെ എന്തിനും തുനിഞ്ഞു നിൽക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, വന്നതുപോലെ തന്നെ നിനക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിനക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സഹകരിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾ പറയുന്നത് നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും അലീന അതിന് സമ്മതിക്കുന്നില്ല. ഇല്ല എന്ന് തന്നെ അയാളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അയാളുടെ ഓരോ സംസാരത്തിലും പ്രവൃത്തിയിലും ദേഷ്യം വന്ന അലീന അയാൾ ഒരു പോലീസുകാരനാണെന്ന് പോലും ഓർക്കാതെ അയാളുടെ നേരെ തട്ടിക്കയറുന്നുണ്ട്. എന്തായാലും പരാതി എഴുതിത്തരാതെ നീ ഇവിടെ വിട്ട് എങ്ങോട്ടും പോവില്ല. ഇന്നൊരു ദിവസം രാത്രി നീ സ്റ്റേഷനിൽ തന്നെ നിൽക്കുക, എങ്കിലേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ തന്നെ അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് സാരമില്ല സർ, ഞാൻ സ്റ്റേഷനിൽ നിന്നോളാം. എന്തായാലും സ്റ്റേഷനിൽ നിന്നോന്നും പറഞ്ഞ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ സ്റ്റേഷനിൽ നിന്നിട്ട് നാളെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുക. അങ്ങനെ നിന്നെ പോകാൻ ഞാൻ അനുവദിച്ചില്ലെങ്കിലോ, ഇവിടുന്ന് പരാതി എഴുതി തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അയാൾ തീർത്ത് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, അതിനുള്ള അധികാരമൊന്നും സാറിനില്ല. കാരണം ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇത്രയും നേരമായിട്ടും എന്നെ വിട്ടില്ല. എന്നെ കസ്റ്റഡിയിലെടുത്താണെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയാലല്ലേ നാളെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്നെ കോടതിയിൽ ഹാജരാക്കിയ ആ കോടതി വെച്ച് തന്നെ ഞാൻ പറഞ്ഞോളാം പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയായിരുന്നു എന്നോട് പെരുമാറിയെന്നൊക്കെ. അഥവാ ഇനി എന്നെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ മീഡിയക്കാർ എന്നെ ചുറ്റും വളയുമല്ലോ. മീഡിയക്കാരോട് ഞാൻ പറഞ്ഞോളാം സ്റ്റേഷനിൽ വെച്ച് എല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറിയത്, എന്നോട് എങ്ങനെയാണ് സംസാരിച്ചതും എല്ലാം ഞാൻ അവരോട് പറഞ്ഞോളാം. ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചതെന്നും സാർ എന്നോട് പറയുന്ന ഭാഷയും എല്ലാം ഞാൻ മീഡിയക്കാരുടെ മുമ്പിൽ വിളിച്ച് പറയും. പിന്നെ സാറിന് അതൊരു വലിയ ചീത്തപ്പേരാകും എന്നൊക്കെ അലീന പറയാട്ടോ. അന്നേരം സി ഐ പറയുന്നുണ്ട്, ചേ നിർത്തടി, നീ ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ ഈ പോലീസ് യൂണിഫോം അണിയാൻ തുടങ്ങിയിട്ടേ കുറെ വർഷമായി. നിന്നെ പോലുള്ള എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടിരിക്കുന്നടി. അതുകൊണ്ട് നീ അധികം വെളച്ചിലൊന്നും എടുക്കാൻ നിൽക്കണ്ട. നീ വലിയ മിടുക്കിയാണെന്നോ നിനക്ക് ഇച്ചിരി കഴിവുണ്ടെന്നോ ഒന്നും നീ വിചാരിക്കണ്ട. എന്റെ മുമ്പിൽ നീ വെറും എലിയ, അത് നീ ഓർത്തോ. ഇന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് ഞാൻ നിന്നെ എന്ത് ചെയ്താലും എന്നോട് ഒരു പട്ടിയും ചോദിക്കാൻ വരികയല്ലടി. അങ്ങനെയൊന്നും നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ടെന്നൊക്കെ തന്നെ അയാൾ പറയുക കേട്ടോ. അയാൾ എങ്ങനെയെങ്കിലും അലീനയുടെ കയ്യിൽ നിന്ന് പരാതി മേടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള ഒരൊറ്റ വാശിയിൽ തന്നെയാണ്. ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാനോ പരാതി എഴുതി കൊടുക്കാനോ തയ്യാറാകാതെ നിൽക്കുകയാണ് അലീനയും. പറഞ്ഞ് അയാൾ അവസാനം നിയന്ത്രണം വിട്ട് അവളെ കയറി പിടിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവളെ പീഡിപ്പിക്കാൻ തന്നെ നോക്കുകയാണ് ആ സി ഐ. അലീന അയാളിൽ നിന്ന് കുതിറി മാറാനൊക്കെ ശ്രമിക്കുന്നുമുണ്ട്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടി, നീ എൻ്റെ കൂടെ ഇന്ന് ഇവിടെ നിന്നാൽ മതി, നീ എങ്ങും പോവുകയല്ല. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല, നിന്റെ അഹങ്കാരമൊക്കെ ഇന്ന് തന്നെ ഞാൻ തീർത്തു തരാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ സമയം കൊണ്ട് തന്നെ DYSP മധുസൂദനൻ നായർ അങ്ങോട്ടേക്ക് വരികയാണ്. DYSP കയറി വരുമ്പോൾ തന്നെ താഴെ ഇരിക്കുന്ന പോലീസുകാരെല്ലാം വേണ്ടിയിട്ട് സല്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര പേടിയോടെ തന്നെ പരസ്പരം നോക്കുന്നുണ്ട്. കാരണം CSR മുകളിൽ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്തു, പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിട്ടുമില്ല. അവളെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കംപ്ലൈന്റ് എഴുതി മേടിപ്പിക്കാനാണല്ലോ നോക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാത്രിയിൽ DYSP പെട്ടെന്ന് മുമ്പിൽ വന്ന് നിന്നപ്പോഴേക്കും അവർക്കൊക്കെ ആകെ ഒരു പരിഭ്രാന്തിയാകുകയാണ്. എന്തിനായിരിക്കും ഇപ്പൊ സാർ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ. DYSP എന്നിട്ട് അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാടോ CI എന്ന്. CI മോളിലുണ്ട് സാർ എന്ന് പറയുകയാണ് കോൺസ്റ്റബിൾ. അന്നേരം തന്നെ നമ്മുടെ DYSPയുടെ കൂടെ വന്ന കോൺസ്റ്റബിളും ഒക്കെ മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. DYSP മുകളിലോട്ട് സ്റ്റെപ്പ് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ CI ഗോപാലകൃഷ്ണനും അതുപോലെ നമ്മുടെ അലീനയും സംസാരിക്കുന്നൊക്കെ ഇയാൾ കേട്ടുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്ന റൂമിനകത്തിട്ട് അലീനെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഈ DYSP കേൾക്കുന്നുണ്ട്. DYSP പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നത് അവർക്ക് ഭയങ്കര ഷോക്കായിട്ടുണ്ട്. DYSPയെ കണ്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇയാളിപ്പോൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ എന്നുള്ള രീതിയിൽ അയാളിങ്ങനെ പകച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ DYSP പറയുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? ഈ പെൺകുട്ടി ഏതാ? ഈ പെൺകുട്ടി എന്തിനാ ഈ രാത്രിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അല്ല ഇവിടെ വനിതാ പോലീസ് ഇല്ലേ ചോദ്യം ചെയ്യാൻ? താൻ എന്തിനാണ് ഈ പെൺകുട്ടിയോട് ഇത്ര മോശമായിട്ട് സംസാരിക്കുന്നത്? ഒരു പെൺകുട്ടി ഇങ്ങനെയാണോ ചോദ്യം ചെയ്യേണ്ടേ? പെൺകുട്ടിയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ DYSP അയാളെ ഷൗട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ തലവനിച്ച് നിൽക്കുന്നുണ്ട്. സാറേ, ഇത് ആ പീഡന കേസിലെ ആ പ്രതിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയോടും അവന്മാർ ഇതേ രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ പറഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, ഇവർക്ക് പരാതി ഇല്ലെന്നാണ് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് പരാതി എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചേ, അല്ലാതെ വേറൊരു ഉദ്ദേശമൊന്നും ഇല്ലയെന്നൊക്കെ തന്നെ അയാൾ പറയാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ DYSP പറയുന്നുണ്ട്, ഞാൻ കേട്ടോ താൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും താൻ ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നൊക്കെയുള്ളത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി. ഇനി കൂടുതൽ താൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട. ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ രാത്രി ആകുന്നതിന് മുമ്പ് തന്നെ അവളെ തിരിച്ച് വീട്ടിലെത്തിക്കണം എന്നുള്ളത് അറിയത്തില്ല തനിക്ക്? ഈ റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിയാതെയാണ് താൻ ഇത്ര നാൾ ഇവിടെ ജോലി ചെയ്തത്. ഇതെങ്ങാണ് മീഡിയക്കാരുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിനക്ക് അറിയാമല്ലോ. തൻ്റെ തൊപ്പി തന്നെ തെറിക്കുന്നൊക്കെ നമ്മുടെ DYSP പറയുന്നുണ്ട്. DYSP എന്നിട്ട് പേടിച്ച് വരച്ച് നിൽക്കുന്ന അലീനയെ നോക്കുന്നുണ്ട്. അലീനയുടെ ആ ഒരു പേടിയും വിഷമവും ഒക്കെ കാണുമ്പോഴേക്കും DYSPക്ക് വല്ലാത്ത സങ്കടം തോന്നിയാണ് കേട്ടോ. അലീനയെ കൂട്ടിക്കൊണ്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പം CAയോടും താഴോട്ട് ഇറങ്ങി വരാൻ പറയുകയാണ്. താഴോട്ട് വന്നതിന് ശേഷം എല്ലാ കോൺസ്റ്റബിൾസിൻ്റെയും എല്ലാ പോലീസുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ CA ഗോപാലകൃഷ്ണനെ DYSP പൊളിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് DYSP പറയുന്നുണ്ട്, തനിക്ക് ഇത്രയ്ക്ക് ബോധമില്ലേടോ, താൻ എന്ത് മണ്ടത്തരങ്ങളൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്. താൻ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് തനിക്കെതിരെ ഇവിടെ ഒരു പരാതി എഴുതി തന്നാൽ അതോടുകൂടി തീരും തൻ്റെ പോലീസ് ജീവിതമൊക്കെ. പിന്നെ താൻ ജയിലിലോട്ട് പോകേണ്ടി വരും. അതൊന്നും ചിന്തിക്കാനുള്ള ബോധം തനിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ CA നാണം കെടുത്തിയാണ് DYSP. അപ്പോഴേക്കും CA പറയുന്നുണ്ട്, സാർ അതിന് ഞങ്ങളാരും ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവളുടെ കയ്യിൽ നിന്ന് കംപ്ലയിൻറ്റ് എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും മാറി മാറി അവളോട് പറഞ്ഞു നോക്കി. ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കാൻ നോക്കിയതാ ഇവള്. അന്ന് ഇവളോടും ഈ പ്രതികൾ ഇതേ രീതിയിൽ തന്നെ ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാ. അങ്ങനെ എളുപ്പം ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ ഈ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ പറ്റുമല്ലോ സാർ. അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്. അല്ലാതെ ഇവളെ നശിപ്പിക്കാനോ ഇവളെ എവിടെയിട്ട് പീഡിപ്പിക്കാനോ ഒന്നും തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല. ഇവളെ പേടിപ്പിച്ച് ഇവളുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി മേടിപ്പിക്കാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നതെന്നൊക്കെ തന്നെ CA പറയുന്നുണ്ട്. അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാവം ന്യായീകരിക്കുക എന്നുള്ളതൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ DYSP ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ കുട്ടി? ഇവർ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? നിന്റെ കയ്യിൽ നിന്ന് പരാതി എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെയൊക്കെ കാണിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അല്ല സർ, ഈ പറയുന്നതെല്ലാം പച്ച കള്ളമാണ്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇയാളുടെ നോട്ടം ശരിയല്ല. ഇയാൾ എൻ്റെ ശരീരത്തിലേക്കുള്ള തുറച്ച നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും പലതവണ അയാൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു സാർ പീഡനം. ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. ഇത്രയും നേരം ഞാനിവിടെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. വനിതാ പോലീസുകാരോട് ഉൾപ്പെടെ ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, നേരെ ഇത്രയും ആയെന്നൊക്കെ. ആരും അതൊന്നും വക വയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ ആരുമില്ല, 2 പെൺകുട്ടികൾ തന്നെയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞതാണ് സർ. പക്ഷേ ഇവരാരും എൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. പരാതി എഴുതി തരാതെ നിന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് വിടില്ലെന്ന് തന്നെ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സാറ് മുകളിലേക്ക് വന്നപ്പോൾ കണ്ടതില്ലേ CA സാർ എന്നോട് എങ്ങനെയാണ് പെരുമാറിയെന്ന്. സാറ് വന്നില്ലാതെങ്കിൽ എന്നെ ഇയാളെ പിച്ച് ചീന്തിയേനെ. കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല സാർ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം. അതേ ഞാനും പറഞ്ഞുള്ളൂ. പക്ഷേ എന്നും പറഞ്ഞ 5-6 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പം ഞാൻ പരാതിപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ് സാർ. എനിക്ക് അവരോട് ഒരു പരാതിയില്ല. ഞാൻ അവരോട് അന്നേ അത് ക്ഷമിച്ചതാണ്. പിന്നെയും അതിൻ്റെ പേരിൽ എന്നെ ഇവരിങ്ങനെ ടോർച്ചർ ചെയ്യാന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ അലീന. എന്തായാലും CA കിട്ടും അതുപോലെ SA കിട്ടും ഒക്കെ ഒരു പണി കൊടുക്കാൻ തന്നെ നമ്മുടെ അലീന തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ DYSPയോട് സ്റ്റേഷനിൽ വെച്ചുണ്ടായ മോശം അനുഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ അലീന തുറന്ന് പറയുകയാണ്. അവസാനം DYSP എല്ലാവർക്കിട്ടും ഒരു താക്കീത് എന്ന പോലെ തന്നെ എല്ലാവരോടും മര്യാദയ്ക്ക് ഇരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, ഇല്ലെങ്കിൽ എല്ലാ എണ്ണത്തിനും തൊപ്പി തെറിക്കും. ഇവള് നാളെ മീഡിയക്കാരുടെ മുമ്പിൽ ചെന്ന് ഈ സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുത്താൽ അതോടുകൂടി തീരും. പിന്നെ എല്ലാ എണ്ണത്തിനും സസ്പെൻഷനും ഡിസ്മിസും ഒക്കെ ആയിരിക്കും. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് ഇവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കണം, ഇല്ലെങ്കിൽ കളി മാറും എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ DYSP അവിടെ എത്തിയത് കൊണ്ട് തന്നെ അലീന അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട്. ഇപ്പം തന്നെ ലേറ്റായി, ഇവളെ എത്രയും പെട്ടെന്ന് ഇവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കുന്നൊക്കെ നമ്മുടെ CAയോട് പറയുകയാണ് DYSP. 2 വനിതാ പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് തന്നെ അലീനയെ തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലെത്തിക്കുന്നുണ്ട് പോലീസുകാർ. അലീന തിരിച്ച് വന്നപ്പോഴേക്കും കൃഷ്ണമ്മക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം കൃഷ്ണമ്മക്ക് അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. കാരണം നേരെ ഇത്രയായിട്ടും അലീന ചേച്ചി ഇതുവരെ വന്നില്ലല്ലോ. പോലീസുകാരണി അലീന ചേച്ചി ഉപദ്രവിച്ച് കാണുമെന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു നമ്മുടെ കൃഷ്ണമ്മയുടെ മനസ്സിൽ. എന്തായാലും DYSP കറക്റ്റ് സമയത്ത് വന്ന് അലീനയെ രക്ഷിച്ചുകൊണ്ട് തന്നെ അലീനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റി. വന്ന് കയറിയപ്പോൾ തന്നെ അലീന ചേച്ചിയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ് കേട്ടോ കൃഷ്ണമോള്. സങ്കടത്തിലുപരി സന്തോഷം കൊണ്ട് തന്നെ അവൾ കരഞ്ഞു പോവുകയാണ്. അലീന അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, ഇനി എന്തിനാ കരയുന്നേ? ചേച്ചി വന്നല്ലോ. ഇനി ആ പോലീസുകാർ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകത്തില്ല. അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയെന്നൊക്കെ തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം ചേച്ചി അവരവിടെ ചുമ്മാ പിടിച്ചിരുത്തിയതാണോ? ചേച്ചി അവർ തല്ലുകയോ ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ, അവർ തല്ലുകയൊക്കെ ചെയ്തു. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കാണുമ്പം അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാവില്ല മോളെ. എന്തായാലും കറക്റ്റ് സമയത്ത് DYSP എത്തിയോണ്ട് അവരുടെ ഉദ്ദേശമൊന്നും നടന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്തി പരാതിയിൽ ഒപ്പിട്ട് മേടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്തായാലും അത് നടന്നില്ല.
CI ഗോപാലകൃഷ്ണനും അതുപോലെ SI-കിട്ടും അവിടെ ഇരിക്കുന്ന ലേഡീസ് കോൺസ്റ്റബിൾമാർക്കിട്ടും എല്ലാം നല്ലൊരു പണി തന്നെ കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും എന്നോട് മോശമായിട്ട് പെരുമാറുന്നതൊക്കെ DYSP നേരിട്ട് കാണുകയും അയാൾക്കെല്ലാം ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് തന്നെ പറഞ്ഞു മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ. അങ്ങനെ ഇപ്പോൾ അവരെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയെന്ന് തന്നെ നമ്മുടെ അലീന പറയുമ്പോഴേക്കും, മോളെ ഹോസ്പിറ്റലിലെ വല്ല വിവരവും അറിഞ്ഞായിരുന്നോ? അച്ഛൻ എന്നാ പറഞ്ഞു? അച്ഛൻ സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ കുറച്ച് മുമ്പ് വിളിച്ചായിരുന്നു ചേച്ചിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞു. അച്ഛനോട് പറയാൻ ഞാൻ എന്നാന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുകയായിരുന്നു. അച്ഛനിപ്പോൾ നല്ല ദേഷ്യത്തിലാണെന്നും പറയുകയാണ് നമ്മുടെ കൃഷ്ണമോള്. സാരമില്ല മോളെ, നാളെ രാവിലെ തന്നെ അച്ഛൻ്റെ അടുത്ത് പോകാം. എന്നിട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം. എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് കാണുമ്പോൾ അച്ഛന് മനസ്സിലാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നാളെ രാവിലെ എന്തായാലും പോകാം. ഇപ്പം അച്ഛനോട് ഞാനൊന്ന് വിളിച്ച് പറയട്ടെ, അല്ല ചേച്ചി സേഫായിട്ട് തിരിച്ചെത്തി എന്നുള്ള കാര്യം. അച്ഛനിപ്പോൾ ആകെ തീയതി നിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഇപ്പം തന്നെ അച്ഛനെ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുലോചനയുടെ ഫോണിൽ നിന്ന് മുമ്പേ അലീനയുടെ ഫോണിലേക്ക് വിളിച്ച നമ്പർ ഉണ്ടായിരുന്നല്ലോ, ആ നമ്പറിൽ തന്നെ വിളിക്കുകയാണ്. അന്നേരം സുലോചന ഫോൺ എടുക്കുമ്പോഴേക്കും അച്ഛൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കുമെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട് സുലോചന. ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ അലീന ചേച്ചി വീട്ടിലേക്ക് വന്നു, പോലീസുകാർ തന്നെ അലീന ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടു എന്നിങ്ങനെ പറയുക. മോളെ അലീനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ, അവളോട് ഞാൻ ചോദിക്കട്ടെ എന്നിങ്ങനെ പറയുക. കൃഷ്ണമോൾ ഉടനെ തന്നെ അലീനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, മോള് സേഫായിട്ട് തന്നെ തിരിച്ചെത്തിയല്ലോ അല്ലേ, അവർ മോളെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അലീന പറയുന്നുണ്ട്, ഇല്ലച്ചാ അവർ എന്നെ ഒന്നും ചെയ്തില്ല, അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ് എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരെന്നെ അത്ര നേരം അവിടെ പിടിച്ചിരുത്തിയത്. ഞാൻ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഒട്ടും തന്നെ തയ്യാറായുമില്ല. പിന്നെ DYSP ഒക്കെ വന്നപ്പോഴേക്കും അവരെന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുക. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഞാൻ സേഫായിട്ട് തന്നെ തിരിച്ച് വീട്ടിൽ വന്നു എന്നൊക്കെ തന്നെ അലീന പറയുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രന് ഒരു സമാധാനമാകുന്നത്. ബാലചന്ദ്രൻ ഫോൺ വെച്ചതിന് ശേഷം കൃഷ്ണമോള് രേവതിക്കുട്ടി വിളിച്ച കാര്യങ്ങളും DYSP ഈ വിഷയത്തിൽ ഇടാനുണ്ടായ സാഹചര്യങ്ങളും രേവതിക്കുട്ടിയും മാമച്ചായും ഗ്രേസമ്മയാൻ്റെയും ഒക്കെ കൂടി ജോബിച്ചൻ്റെ വീട്ടിൽ പോയതും ജോബിച്ചൻ്റെ അമ്മായച്ചനാണ് ഈ DYSP എന്നുള്ള കാര്യങ്ങളും അവരിടപെട്ടതുകൊണ്ട് മാത്രമാണ് ചേച്ചിയെ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കാൻ സാധിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃഷ്ണമോൾ അലീനയോട് പറയുകയാണ്. ഇതൊക്കെ അറിയുമ്പോഴേക്കും അലീനയ്ക്ക് ശരിക്കും സങ്കടമാകുന്നുണ്ട്. കാരണം ആരും സഹായിക്കാനില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ പോലും ഗ്രേസമ്മയാൻ്റെയും മാമച്ചായനും രേവതിക്കുട്ടിയൊക്കെ കൂടെ അവർ ഇത്രയും ബുദ്ധിമുട്ടിയാണല്ലോ എന്നെ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി അവരോട് അപേക്ഷിച്ച് DYSPയോട് സംസാരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആക്കിയത് രേവതിക്കുട്ടിയും കൂടെ മുന്നിട്ട് ഇറങ്ങിയോണ്ടാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അലീനയ്ക്ക് ശരിക്കും സങ്കടവും സന്തോഷവും തോന്നിയാണ് കേട്ടോ. അലീന എന്നിട്ട് ഫോണെടുത്ത് രേവതിക്കുട്ടിയെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുമുണ്ട്. രേവതിക്കുട്ടി ഒരു 100 ചോദ്യങ്ങൾ അലീനയോട് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മോളെ എന്തായാലും ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ, ഞാൻ നാളെ മോളെ വിളിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ എന്തായാലും ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞാൻ വീട്ടിൽ വന്നു. മാമച്ചാടും ഗ്രേസമ്മയാൻ്റെയോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അവരാണ് എന്നെ സഹായിച്ചത്. അവരോടുള്ള കടപ്പാട് എനിക്ക് എപ്പോഴും ഉണ്ടാകും. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിച്ച അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ തന്നെ അലീന പറയുക കേട്ടോ. അപ്പം ഗ്രേസമ്മയാൻ്റെക്കും മാമച്ചായനും അലീന തിരിച്ച് സേഫായിട്ട് വീട്ടിൽ വന്നു എന്നൊക്കെ അറിയുമ്പോഴേക്കും അവർക്കും ഒരു സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അലീന രേവതിക്കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൃഷ്ണമോൾ മനുവേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെ അടുത്തും കാര്യങ്ങൾ പറയുകയാണ്. അലീന ചേച്ചി തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തി, DYSP ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ അവർ ഇതുപോലെ സ്റ്റേഷനിൽ വെച്ച് അലീന ചേച്ചി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, മുഖത്തടിക്കുകയും മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃഷ്ണമോൾ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം മനുവിനാണെങ്കിലും അലീനയെ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു കുറ്റബോധവും സങ്കടവും ഒക്കെ നമ്മുടെ മനുവിനും ഉണ്ട്. അങ്ങനെ എല്ലാവരോടും അലീന തിരിച്ച് വീട്ടിൽ എത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അലീന കൃഷ്ണമോളോട് ബബിത എന്തിനൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോള് ബബിതയുടെ കാര്യങ്ങളെല്ലാം അലീനയോട് പറയുന്നുണ്ട്. അതായത് കാമുകനുമായിട്ട് സംസാരിച്ചതും അതുപോലെ അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അവനിങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിച്ചതൊക്കെ കേട്ടതും ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുഖത്തടിച്ചില്ല, അതിന് പകരം കതക് വലിച്ചടച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ്. അലീന നേരെ ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ബബിതനെ ഒന്ന് ശരിക്കും കുടഞ്ഞെടുക്കുകയാണ് അലീന. കാരണം സ്റ്റേഷനിൽ വെച്ച് ബബിതയുടെ കാര്യങ്ങളും കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ആദ്യത്തെ സംഭവം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അലീന. പക്ഷേ ഇതിനു മുമ്പും അവൻ്റെ കൂടെ പല പ്രാവശ്യം അവൾ പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളതും അത് ഹരി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഹരിയുടെ ഫോണിൽ ഇവരുടെ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലീന അറിഞ്ഞത് നമ്മുടെ ബബിതയോട് പറയുകയാണ്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല അറിഞ്ഞേക്കുന്നതെന്നും സ്റ്റേഷനിലുള്ള പോലീസുകാർ സഹിതം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, അവർ ഈ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്തു, അവരതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ബബിതയെ. ഇത്രയൊക്കെ ആയിട്ടും ബബിത ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ബബിത അവസാനം അലീനയുടെ നേരെ മെക്കിട്ട് കയറിയാണ്. നീ ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണം, നീ ഈ വീട്ടിൽ വന്നതോടുകൂടി വീട്ടിൻ്റെ സ്വസ്ഥതയും സമാധാനവും പോയി,
നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഇനി ഈ വീട് ഗതി പിടിക്കുകയുള്ളൂ. ശരിക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ തന്നെയാണെന്നൊക്കെ തന്നെ പറയുകയാണ് അലീനയോട്. അപ്പോൾ അലീന തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണമാണോ നീ നിന്റെ കാമ്പൗണ്ടിൻ്റെ കൂടെ പോയതും നിന്റെ പിന്നാലെ വന്ന് മൊബൈലിൽ പകർത്തിയതൊക്കെ ഞാൻ കാരണമാണോടി എന്നും ചോദിച്ചുകൊണ്ട് തന്നെ ബബിതയെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അലീന. അതൊന്നും തന്നെ ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബബിത കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ അലീനയോട് സംസാരിക്കുക. എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഞാൻ നിന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടാൻ നിൽക്കേണ്ട. ഞാൻ ഇനി അവൻ്റെ കൂടെ പോകും. അവൻ എവിടെ വിളിച്ചാലും ഞാൻ അവൻ്റെ കൂടെ പോകും. ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യും. എന്ത് വന്നാലും എനിക്ക് ആരെയും ഒരു പേടിയില്ല. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ ബബിത അലീനയുടെ മുഖത്തടിച്ച പോലെ പറയുകയാണ്. അച്ഛനും അമ്മയും ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ. ഇതൊന്നും തന്നെ ബബിതയെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഓഹോ അപ്പം അങ്ങനെയാണല്ലേ നിന്റെ തീരുമാനം. എങ്കിൽ എൻ്റെ തീരുമാനം കൂടെ ഞാൻ അറിയിക്കാം. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ നിന്റെ കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞോളാം. അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അച്ഛൻ തന്നെ ചെയ്യട്ടെ. നാളെ ഇതൊക്കെ അച്ഛൻ അറിയുമ്പം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് അച്ഛൻ എന്നോട് ചോദിക്കുമല്ലോ. അന്നേരം ഞാൻ കിടന്ന് കഷായിക്കുന്നതിലും ഭേദം ഇപ്പം ഞാൻ അച്ഛനോട് ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞോളാം. അപ്പോൾ അതോടുകൂടി തീരുമല്ലോ നിന്റെ അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ബബിത അലീനയുടെ കാരണത്തിന് എന്നെ അടിക്കുകയാണ്. അതൊട്ടും തന്നെ അലീന പ്രതീക്ഷിച്ചിട്ടും ഇല്ലായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോക്കാണെങ്കിൽ ഒട്ടും സഹിച്ചില്ല കേട്ടോ. ആ സമയത്ത് തന്നെ ബബിതയുടെ ഫോണിലേക്ക് അമല് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വന്ന കൃഷ്ണമോക്ക് കലിയും സങ്കടവും സഹിക്കാൻ വയ്യാതെ ബബിതയുടെ ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് നമ്മുടെ കൃഷ്ണമോള്. ഈ ഫോൺ ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി അവനെ വിളിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ വക തോന്നിയാസങ്ങളെല്ലാം കാണിക്കുന്നത് ഈ ഫോൺ ഉള്ളതുകൊണ്ടല്ലേ. ഇനിയിപ്പോൾ ചേച്ചി കുറച്ച് ദിവസം ഫോൺ ഇല്ലാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് കളയാട്ടോ. കൃഷ്ണമോൾ ഒട്ടും വിട്ടു കൊടുക്കാൻ തന്നെ ബബിതയോട് പറയുന്നുണ്ട്. ചേച്ചിയുടെ ഫോൺ എന്തിനാ എറിഞ്ഞ് പൊട്ടിച്ചെന്ന് അച്ഛൻ എന്നോട് ചോദിക്കുമല്ലോ. അന്നേരം അച്ഛനോട് ഞാൻ മറുപടി പറഞ്ഞോളാം. അന്ന് ആരുമില്ലാത്ത സമയത്ത് അവനെ വിളിച്ച് കയറ്റിയതും ഇപ്പം ഹരിയേട്ടൻ്റെ ഫോണിൽ നിങ്ങളുടെ വീഡിയോ ഉള്ളതും അത് പോലീസുകാരെല്ലാം കണ്ടതും അലീന ചേച്ചിയോട് ചോദിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ബബിതയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാണ് നമ്മുടെ കൃഷ്ണമോള്. ഇനിയും ബബിതയെ ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല. അതുകൊണ്ട് ബബിതയെ ഒന്ന് ഒതുക്കി നിർത്തണം എന്നൊരു തീരുമാനത്തിലെത്തിയാണ് കൃഷ്ണമോളും. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഡിസ്ചാർജായി വന്നതിന് ശേഷം ബബിതയുടെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് രണ്ടുപേരും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്